അപ്പൊ മുക്തിയുടെ വാതിൽ തുറന്നു കിട്ടാവുന്ന രീതിയിൽ ഗൃഹസ്ഥാശ്രമത്തെ ചിട്ടപ്പെടുത്തുന്ന വിധമാണ് ഗുരു ഇവിടെ പറയാൻ പോകുന്നത്. 172-ാമത്തെ ശ്ലോകം. വേദാനധീത്യ നിഖിലാൻ തത്തദാചാര്യകൽപിതാൻ പിത്രോർഗുരോശ്ചാനുമത്യ സ്നാത സാധുഗൃഹീ ഭവേ. ഓരോ ആചാര്യന്മാരാൽ കൽപ്പിതങ്ങളായ നിഖിലാൻ വേദാൻ, എല്ലാ വേദങ്ങളെയും അറിവുകളെയും സാധു നല്ലവണ്ണം അധീത്യ പഠിച്ചിട്ട് പിത്രോഹോ മാതാപിതാക്കന്മാരുടെയും ഗുരോഹോ ഗുരുവിൻ്റെയും അനുമതിയോടുകൂടി സ്നാതഹ ശുദ്ധനായിട്ട് ഗൃഹസ്ഥാശ്രമിയായി ഭവിക്കണം. അപ്പോൾ ഗൃഹസ്ഥാശ്രമി ആകുന്നതിന് മുമ്പ് എല്ലാ വേദങ്ങളും അറിവുകളും ധർമ്മശാസ്ത്രങ്ങളും മോക്ഷശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് തത്വപരമായൊരു ബോധം അവൻ നേടിയിരിക്കണം. അവന് മാത്രമാണ് ഒരു ഗാർഹസ്ഥ്യധർമ്മം തെറ്റുകൂടാതെ പിഴ കൂടാതെ നയിക്കാൻ കഴിയുകയുള്ളൂ. അത് നല്ലവണ്ണം പഠിച്ചിട്ട് മാതാപിതാക്കന്മാരുടെയും ഗുരുവിൻ്റെയും അനുമതിയോടുകൂടിയിട്ട് പിത്രോഹോ ഗുരോഹോ അനുമതിയോടുകൂടിയിട്ട് അവിടെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ ഗ്രന്ഥം, ഈ ധർമ്മം. പക്ഷേ ഇന്ന് നമുക്കറിയാം, പലപ്പോഴും ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മകനെ വളർത്തി ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ തോന്നിയവാസം പോലെ ജീവിതത്തിലേക്ക് കടക്കും. അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കും. അച്ഛനോടോ അമ്മയോടോ ഗുരുവിനോടോ ഒന്നും ചോദിക്കില്ല. എന്നിട്ട് ജീവിതത്തിലെ ദുരന്തങ്ങൾ വരുമ്പോൾ ഓടി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വരും. അതിൻ്റെ ആഘാതം മുഴുവനും താങ്ങണം, ദുരന്തങ്ങൾ മുഴുവൻ താങ്ങണം. അപ്പം അതുകൊണ്ട് അതൊക്കെ ദൂരക്കാഴ്ചയോട് കൂടിയിട്ട് കണ്ടിട്ടുള്ള ഗുരു പറഞ്ഞു, എവിടെയും നമുക്ക് ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ ആ പെൺകുട്ടിയോ ആൺകുട്ടിയോ മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്. ആ വീടിനോട് ബന്ധപ്പെട്ട ഒരു ആചാര്യനും ഗുരുവും ഉണ്ട്. അപ്പോൾ എല്ലാ വീടുകൾക്കും ഒരു ആചാര്യനോ ഗുരുവോ ഉണ്ടാകണം എന്നുകൂടി അതിലൊരു അർത്ഥമുണ്ട്. കാരണം ഗാർഹസ്ഥ്യധർമ്മത്തിൽ എപ്പോഴും വഴി നയിക്കുന്ന ഒരു അറിവിൻ്റെ പ്രതീകം ഒരു വീട്ടിലുണ്ടായിരിക്കണം എപ്പോഴും, ഗുരു എന്നുള്ളത്. അപ്പം അങ്ങനെ ഗൃഹസ്ഥാശ്രമിയായിട്ട് വേണ്ടവണ്ണം എഡ്യൂക്കേറ്റഡ് ആയിട്ട് തീരണം എന്ന് പറയുന്നു ഗുരു. മക്കൾ വലുതായി അവരുടെ ഭാര്യയും കുട്ടികളായി ജീവിക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അവരുടെ മക്കളിലും അവരുടെ ജീവിതത്തിലേക്കും മാറുമ്പോൾ അമ്മ അച്ഛൻ എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് തീരുന്നത് സ്വാഭാവികമാണ്. അവരും ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കളിലൂടെ താൻ തുടർന്നു പോകണമെന്നാണ്. അങ്ങനെ മനുഷ്യനിൽ രൂഢമൂലമായിരിക്കുന്ന അജ്ഞാനം കാരണം ഗാർഹസ്ഥ്യം സ്വീകരിച്ച് ജീവിക്കുമ്പോൾ വാർദ്ധക്യമൊക്കെ ആകുമ്പോഴേക്കും ആ വ്യക്തിക്ക് വിചാരം ചെയ്യുവാനുള്ള പ്രാപ്തി കൈവരണമെങ്കിൽ ഗാർഹസ്ഥ്യത്തിൽ ധർമ്മം ആചരിച്ച് മനഃശുദ്ധി വരുത്തിയിരിക്കണം. അല്ലെങ്കിൽ വാർദ്ധക്യം വേദനാജനകവും തിക്തവും ഭ്രാന്തവും ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. മിക്കവാറും ആളുകൾക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും ഓർമ്മക്കുറവുകളും ഒക്കെ വരും. കാരണം ധർമ്മം മാത്രമാണ് ചിത്തശുദ്ധീകരണത്തിനും ആത്മശുദ്ധീകരണത്തിനും ഏറ്റവും നല്ല ഒന്ന്. അപ്പോൾ ആ ധർമ്മത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ നേരായ വഴി എന്നാണ് അർത്ഥം. അപ്പം അതിൽ ഏതൊക്കെ നമ്മൾ പഠിച്ചു അതൊക്കെ അനുഷ്ഠേയങ്ങളാണ്, ചെയ്യാനുള്ളവയാണ്, വെറുതെ ചിന്തിച്ചിരിക്കാനുള്ളതല്ല. ചിന്തിക്കാനുള്ള വിഷയമേ അല്ല ധർമ്മം, ചെയ്യാനുള്ളതാണ്. അത് 100% ചെയ്യാൻ കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗുരുവിൻ്റെ ദാർശനിക കൃതികൾ വിചാരം ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടാനാകും. ആത്മസാക്ഷാത്കാരമാണ് പരമലക്ഷ്യം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക്
അണയുന്നതിന് മുമ്പ് നാം നമ്മളുടെ അന്ധക്കരണത്തെ ഒന്ന് വെടിപ്പാക്കിയിരിക്കണം. കൃഷി ചെയ്യണമെങ്കിൽ ആ കൃഷിയിടം കിളച്ച് വൃത്തിയാക്കി പുല്ലെല്ലാം പറിച്ചു കളഞ്ഞ് വളമെല്ലാം ചെയ്താലാണ് ആ മണ്ണിൽ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ നമ്മളുടെ അന്ധക്കരണം ആദ്യം ഇളക്കി മറിക്കുകയാണ്. ധാർമ്മിക വൃത്തികൾ ചെയ്ത് അശുദ്ധവാസനകളെ ഇല്ലാതാക്കി ശുദ്ധവാസനകൾ കൊണ്ട് നിറച്ച് സംസ്കരിച്ചെടുത്ത് അതിലേക്കാണ് ജ്ഞാനത്തിൻ്റെ വിത്തുകൾ തൂവിക്കൊടുക്കുന്നത്. ഈ ശ്രീനാരായണ ധർമ്മം അനുഷ്ഠേയമാണ്, ചെയ്യാനുള്ളതാണ്, വെറുതെ കേൾക്കാനും ചിന്തിക്കാനും ഉള്ളതല്ല. കേട്ടുപോയതുകൊണ്ടൊരു കാര്യവുമില്ല. ഇതിലെ ചെറിയ ഒരു കാര്യമെങ്കിലും പ്രാക്ടിക്കലാക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ വലിയ ഫലം നിങ്ങൾക്ക് ചെയ്യും. അതാണ് ഈ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രത്യേകത. വിദ്യാഭ്യാസത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, മനോഭാവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ബ്രഹ്മചര്യം എന്നാണ് എഡ്യൂക്കേഷണൽ പീരീഡിനെ പറയുന്നത്. വിദ്യാഭ്യാസ കാലത്ത് വിവാഹം ഉത്തമമായിരിക്കില്ല എന്നതുകൊണ്ട് അതിനെ ബ്രഹ്മചര്യം ഒന്നും കൂടി പറയും. വേറെ ഒരു തരത്തിലുള്ള ആകുലതകൾ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. കാരണം നമുക്ക് തരുന്ന അറിവുകൾ കൂടെ കൂടെ മനസ്സിൽ ഉൾക്കൊള്ളാനും വിചിന്തനം ചെയ്യാനും ഒക്കെ പറ്റുന്നത് ശാന്തമായ മനസ്സിനാണ്. കലുഷമായ മനസ്സിൽ ഇത് പറ്റില്ല. ഭാരതത്തിൽ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് തന്നെ ശാന്തമായ ഒരിടമാണ്. ആ ശാന്തമായ ഒരിടത്ത് ശ്രദ്ധാപൂർവം വന്നിരുന്ന് ശ്രവിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് ദീർഘകാലം ഒരു ഗുരുവിൻ്റെ സവിധത്തിൽ ജീവിച്ച് നിഷ്ഠയുള്ള ഒരു ജീവിതം ആർജിച്ച് അതിനുശേഷം ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുശേഷം സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൈവരുത്തുന്ന ഒരു വലിയ പരിവർത്തനം ഉണ്ട്. പക്ഷെ ആധുനിക കാലത്ത് ആ വിദ്യാഭ്യാസം നമുക്കിപ്പോൾ കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ വളരെ വൈകി ഓടുന്നൊരു വണ്ടിയാണ്. വൈകി ഓടുന്ന വണ്ടിയാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പോൾ ഒരറിവ് ആർജിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത, നമ്മൾ ശാന്തത എത്രമാത്രം മനസ്സിന് കൊണ്ടുവരാമോ അത്രയും കൊണ്ടുവന്നിട്ട് വേണം ഇത്തരം കൃതികളെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ. ശ്രീനാരായണ ധർമ്മത്തിൽ അനുഷ്ഠേയങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു വ്യക്തി കടന്നു പോകേണ്ട ആദ്യത്തെ ആശ്രമമാണ് ബ്രഹ്മചര്യം. അതിൽ 159 ശ്ലോകമായിട്ടുള്ള വദേ സത്യം ചരേ ധർമ്മം സ്വാധ്യായം നിത്യമാചരേത് കുശലാത് സത്യധർമാഭ്യം ന പ്രമാദ്യേത് വിഭൂതയേ. സത്യം പറയണം, ധർമ്മം ആചരിക്കണം, വേദപഠനം എന്നും ആചരിക്കണം, ക്ഷേമത്തിൽ നിന്നും സത്യധർമ്മങ്ങളിൽ നിന്നും ഐശ്വര്യത്തിനായി സമ്പത്തിനായിട്ട് വ്യതിചലിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സത്യത്തെ കളയരുത്, ധർമ്മത്തെ കളയരുത്, സ്വാധ്യായത്തെ കളയരുത്. അതുപോലെ കുശലതയെ, ആനന്ദത്തെ, ആത്മാനന്ദത്തെ കളയരുത്, സമാധാനത്തെ കളയരുത്. അപ്പോൾ വലിയ ഒരു പാഠമാണ് അത് തരുന്നത്.